Hi everyone, welcome back to our channel Price Action Series-ന്റെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ വീഡിയോന്റെ കുറച്ച് ഡീകോഡിംഗ് ആയിരിക്കും. നമ്മൾ ഓൾറെഡി ഒരു സ്റ്റോറി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സ്റ്റോറിയിൽ ഉൾപ്പെടുന്ന കുറച്ച് പാർട്ടിസിപ്പൻസിന്റെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്ന് വേണമെങ്കിലൊക്കെ പറയാം, അല്ലെങ്കിൽ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ മാത്രം. ഒന്ന്, നമുക്ക് സെബിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം. ഞാൻ ആ സ്റ്റോറേജിൽ ചിലപ്പോൾ സെബിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടാവില്ല. സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. നമ്മുടെ മാർക്കറ്റിൽ കുറേ പൈസ വരുന്നതല്ലേ. അപ്പോൾ അവിടെ നമ്മളെ പോലെയുള്ള സാധാരണക്കാർ ചെല്ലുമ്പോൾ വലിയ വലിയ ആൾക്കാർ നമ്മളെ പറ്റിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ ഒരു പറ്റിക്കപ്പെടാതിരിക്കാൻ വേണ്ടി ഒരു ഗവൺമെന്റ് ബോഡി തന്നെ ഈ സ്റ്റോക്ക് മാർക്കറ്റിനെ റെഗുലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും അങ്ങനെ ഒരു തരത്തിൽ പറ്റിക്കപ്പെടില്ല. അതിനു വേണ്ടിയാണ് നമ്മുടെ ഗവൺമെന്റ് ബോഡിയായ സെബി ആക്ട് ചെയ്യുന്നത്. സെബി എന്ന് പറയുന്നത് നമ്മളെപ്പോലെയുള്ള സാധാരണക്കാരെ പ്രൊട്ടക്ട് ചെയ്യുക, ഈ വലിയ വലിയ പ്ലേയേഴ്സിന്റെ അടുത്ത് നിന്ന് പ്രൊട്ടക്ട് ചെയ്യുക, അതേപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ അടുത്ത് നിന്ന് പ്രൊട്ടക്ട് ചെയ്യുക, ഇൻവെസ്റ്റേഴ്സിന്റെ അടുത്ത് നിന്ന് പ്രൊട്ടക്ട് ചെയ്യുക. ഇതൊക്കെയാണ് സെബിയുടെ മെയിൻ എയിം എന്ന്. അതേപോലെ തന്നെ ഒരു ഹോൾ സ്റ്റോക്ക് മാർക്കറ്റിനെ കൃത്യമായിട്ട് റെഗുലേറ്റ് ചെയ്ത് കൊണ്ടുപോകുക എന്നതും കൂടെ സെബിയുടെ ജോലിയാണ്. അപ്പോൾ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ പല തരത്തിലെ റെഗുലേഷൻസും ഓരോ ടൈമിലും ഇറക്കാറുണ്ട്. അത് ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടാം, ചിലപ്പോൾ ഇഷ്ടപ്പെടാതിരിക്കാം. പക്ഷെ അവർ പറയുന്നത് എല്ലാം നമ്മുടെ നല്ലതിന് വേണ്ടിയാണെന്നാണ് പറയുന്നത്. ആയിരിക്കാം, ആകാതിരിക്കാം. ഇനി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ആള് IPO എന്ന് പറയുന്ന ഒരു പാർട്ടിസിപ്പൻസ് ഒന്നുമല്ല, അതൊരു പ്രോസസ്സാണ്. നമ്മളൊരു കമ്പനി കടന്നു പോകേണ്ട ഒരു പ്രോസസ്സാണ്. എന്തിനു വേണ്ടി? നമ്മളെ പോലെയുള്ള സാധാരണക്കാര് അവരുടെ സ്റ്റോക്സ് വാങ്ങണമെങ്കിൽ ആ കമ്പനി IPO എന്ന് പറയുന്ന പ്രോസസ്സ് കടന്നു പോകണം. ഈ IPO എന്ന് പറയുന്ന പ്രോസസ്സ് കടന്നു പോകുമ്പോൾ പല ക്രൈറ്റീരിയാസ് കമ്പനി മെറ്റ് ചെയ്യണം. ഈ ക്രൈറ്റീരിയാസ് എല്ലാം വെക്കുന്നത് സെബിയാണ്. സെബി കുറെ ക്രൈറ്റീരിയാസ് വെക്കും. ചിലപ്പോൾ ഇത്ര പ്രോഫിറ്റ് വേണം, ചിലപ്പോൾ ഇത്ര നാളായിട്ട് കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവണം, അങ്ങനെ പല തരത്തിലൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഇതെല്ലാം കമ്പനി മെറ്റ് ചെയ്താൽ മാത്രമേ നമ്മൾ പറഞ്ഞ ആ രണ്ട് മാർക്കറ്റ് ഏതൊക്കെയായിരുന്നു, N മാർക്കറ്റും B മാർക്കറ്റും, അപ്പോൾ അങ്ങനത്തെ രണ്ട് മാർക്കറ്റിലും കൊണ്ടുവന്ന് ഇടാൻ പറ്റുള്ളൂ. അവിടെ നിന്ന് വേണം നമ്മളെ പോലെയുള്ള സാധാരണക്കാർക്ക് വാങ്ങാനും വിൽക്കാനും പറ്റുള്ളൂ. അപ്പോൾ IPO എന്ന് പറയുന്നത് ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ് ആണ്. ആദ്യമായിട്ട് പബ്ലിക്കിന് ഒരു കമ്പനി കൊടുക്കുന്നതാണ്. അപ്പോൾ അവർക്ക് അത് ഇൻ റിട്ടേൺ എന്താ കിട്ടുന്നത്? അവർക്ക് പുതിയ വെഞ്ചർ ചെയ്യാനുള്ള ഫണ്ട് കിട്ടാം, അല്ലെങ്കിൽ അവർക്ക് കൂടുതൽ പൈസ ഷെയർ ചെയ്തിട്ട് അല്ലെങ്കിൽ കൂടുതൽ സംഭവങ്ങൾ ചെയ്യാം. അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയായിരിക്കും കമ്പനികൾ IPO ചെയ്യുന്നത്. പിന്നെ വരുന്നതാണ് ബ്രോക്കർ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും, പല രീതിയിലും നിങ്ങൾ പരസ്യം കണ്ടിട്ടുണ്ടാകും. കൂടുതലും അപ്സ്റ്റോക്സ് ആയിരിക്കും നിങ്ങൾ പരസ്യം കണ്ടാകുന്നത്. അപ്സ്റ്റോക്സ് പല രീതിയിലും യൂട്യൂബിൽ കൂടുതൽ പരസ്യങ്ങൾ ചെയ്തിട്ട് കണ്ടിട്ടുണ്ടാവും. പക്ഷേ ഈ ഒരു ബ്രോക്കർ എന്ന് പറയുന്നത് നമ്മൾ മെയിൻലി NSEയിൽ പോയിട്ട് ഒരിക്കലും നമുക്കൊരു സ്റ്റോക്സ് വാങ്ങാനോ വിൽക്കാനോ പറ്റില്ല. അപ്പോൾ ഈ ഒരു ബ്രോക്കറാണ് നമ്മൾ ഇതിനെല്ലാത്തിനും സഹായിക്കുന്നത്. ഈ ബ്രോക്കറിന്റെ ഒരു അക്കൗണ്ട് നമുക്ക് കിട്ടുന്നതിനെയാണ് നമ്മൾ ഡിമാറ്റ് അക്കൗണ്ട് എന്ന് പറയുന്നത്. ഈ ഡിമാറ്റ് അക്കൗണ്ടിൽ നമ്മൾ വർഷങ്ങൾക്ക് ഒരു സംഭവം ഹോൾഡ് ചെയ്യണമെങ്കിൽ അതിനെ ആ ഒരു അക്കൗണ്ടിന്റെ പേപ്പർ വർക്ക്സ് എല്ലാം വന്ന് കിടക്കുന്ന സംഭവത്തിനെയാണ് നമ്മൾ ഡിമാറ്റ് അക്കൗണ്ട് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമുക്ക് ഇൻട്രാഡേ ചെയ്യാൻ വേണ്ടിയുള്ള ഫണ്ട് കിടക്കുന്ന സ്ഥലത്തിനെയാണ് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട്. ഈ രണ്ട് അക്കൗണ്ട്സും നമ്മളെ ബ്രോക്കർ നമുക്ക് തരും. അത് പല തരത്തിലെ ബ്രോക്കേഴ്സ് ഉണ്ട്. ഞാൻ ഇപ്പോൾ പറഞ്ഞ പോലെ ആപ്പ് സ്റ്റോക്സ്, സെറോദ, ഏഞ്ചൽ ബ്രോക്കിംഗ്. ഞങ്ങൾ പ്രിഫർ ചെയ്യുന്നത് സെറോദയാണ്, വേറൊന്നും കൊണ്ടല്ല. ഞങ്ങൾക്ക് യൂസ് ചെയ്തിട്ട് അതാണ് ഇത്തിരിയും കൂടെ നല്ലതായിട്ട് തോന്നിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം. പിന്നെ വരുന്നതാണ് ഞാൻ അന്ന് പറഞ്ഞ ആ കഥയിൽ പറഞ്ഞ രണ്ട് ടൈപ്പ് ഓഫ് മാർക്കറ്റ്. ഒന്ന് NSE മാർക്കറ്റും രണ്ടാമത്തെ BSE. ഇത് രണ്ടും മാർക്കറ്റ് എന്നുള്ള കോൺസെപ്റ്റ് നിങ്ങൾ ഉള്ളിൽ തന്നെ വെച്ചു. ഇനി അങ്ങനെ പറയണ്ട. ഇത് രണ്ടും എക്സ്ചേഞ്ചസ് ആണ്. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചും ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചും. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുതുതായിട്ട് വന്നേക്കുന്ന സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ്. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് ഏഷ്യയിൽ തന്നെ ഏറ്റവും ഓൾഡസ്റ്റ് ആണ്. ഞാൻ എന്തുകൊണ്ടാണ് കഴിഞ്ഞ പ്രാവശ്യം 60% NSEയിലും 40% BSEയിലും കൊണ്ടുവന്നിട്ടേന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ടാവാം. അപ്പോൾ ആ ഒരു വീഡിയോയിൽ മെയിൻലി നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും, നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നിക്കാണും കൂടുതൽ ആൾക്കാരുള്ളത് കൊണ്ടാണ്. എങ്ങനെയാണ് ഇവിടെ കൂടുതൽ ആൾക്കാർ വന്നത്? നമ്മുടെ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഏഷ്യയിൽ തന്നെയും ഏറ്റവും ഓൾഡസ്റ്റ് ആണെന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു. ഈ ഓൾഡസ്റ്റ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്കറിയാം, പണ്ടത്തെ ട്രേഡിങ് പേപ്പർ ട്രേഡിംഗ് ആയിരുന്നു. അതായത് പേപ്പറിൽ എഴുതിയൊക്കെ ആയിരുന്നു ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ പേപ്പർ ട്രേഡിംഗ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പേപ്പർ ട്രേഡിംഗ് അല്ല, അല്ലാത്ത പേപ്പർ ട്രേഡിംഗ്. അതായത് നമ്മളിപ്പോൾ ഒരു സ്റ്റോക്ക് വാങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പേപ്പറിലായിരിക്കും അതിൻ്റെ എല്ലാ ക്രെഡൻഷ്യൽസും എഴുതി തരുന്നത്, എന്നിട്ട് സീലും വെച്ച് തരുമായിരിക്കും.
അപ്പോൾ ഈ സംഭവങ്ങളൊന്നും ഞാൻ കണ്ടിട്ടില്ല, ഇങ്ങനെയായിരുന്നു എന്നാണ് നമ്മൾ കുറേ വായിച്ചേക്കുന്നത് കേട്ടേക്കുന്നത്. അപ്പോൾ ഈ ഒരു സംഭവം തന്നിട്ടുണ്ടെങ്കിൽ ഇത് നഷ്ടപ്പെട്ടു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് കീറിപ്പോവാം, ചിലപ്പോൾ ലോസ്റ്റ് ആയി പോവാം. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരിക്കലും നമുക്ക് എത്രമാത്രം സ്റ്റോക്സ് ഉണ്ടെങ്കിലും നമുക്കത് ക്ലെയിം ചെയ്യാൻ പറ്റില്ല നമ്മുടെയാണെന്ന് പറഞ്ഞ്. അപ്പോഴാണ് നമ്മുടെ ഇലക്ട്രോണിക്കലും അതേപോലെ തന്നെ ടെക്നോളജിയും വലുതായിക്കൊണ്ടിരുന്നത്. അപ്പോഴും ഇവര് ഈ ഒരു എന്താ പറയുക കൺവെൻഷണൽ വേ ഇങ്ങനെ പേപ്പർ ട്രേഡിംഗ് തന്നെ ചെയ്തുകൊണ്ടിരുന്നു. അപ്പോഴാണ് നമ്മുടെ NSE എന്ന് പറയുന്ന എക്സ്ചേഞ്ച് ഈ സംഭവങ്ങളെല്ലാം ഇലക്ട്രോണിക്കലി ആക്കിയത്. അതായത് എല്ലാ പേപ്പറിന്റെ പരിപാടിയും മാറ്റിയിട്ട് എല്ലാം കമ്പ്യൂട്ടറൈസ്ഡ് ചെയ്തു. അങ്ങനെ വന്നപ്പോൾ ഒരു ബൂം അവിടെ ക്രിയേറ്റഡ് ആയി. ആൾക്കാർ നോക്കുമ്പോൾ അവർക്ക് അവിടെ ഇത്രയും കൂടെ സേഫ് ആണ്, ഒരിക്കലും അവിടെ സ്റ്റോക്സോ അല്ലെങ്കിൽ വാങ്ങിച്ചേക്കുന്ന പൊസിഷൻസോ ഒന്നും ലോസ്റ്റ് ആവില്ല. അതുകൊണ്ട് തന്നെ അവിടെ ഒരു ബൂം ക്രിയേറ്റ് ആയി, ആൾക്കാർ പിന്നെയും കയറാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ ആ ബൂം കാരണമാണ് ഇത്രയും പേരും ഇന്നും NSEയിലേക്ക് കൂടുതലും ആൾക്കാർ പോകുന്നത്. ഇതുകൊണ്ടാണ് അവിടെ നമുക്കിപ്പോൾ സ്റ്റോക്ക് വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഓൺ ദ സ്പോട്ട് വിൽക്കാനും വാങ്ങാനും പറ്റുന്നത്. അപ്പോൾ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഏകദേശം ഒരു 1996 സ്റ്റാർട്ട് ചെയ്ത് ഫുൾ ഇലക്ട്രോണിക്കലിയാണ് എല്ലാം സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലും ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലും മെയിൻ ഡിഫറൻസ് ഇതാണ്. ഇവിടെ ഇത്തിരി കൂടുതൽ ആൾക്കാരുണ്ടാവും, ഇവിടെ ഇത്തിരി കുറവാണ് ആൾക്കാരുണ്ടാവും. ഇതൊക്കെ എല്ലാം നിങ്ങൾ കറക്റ്റ് നമ്പേഴ്സ് ഒന്നും പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്കിതൊക്കെ ഒന്ന് അറിഞ്ഞിരുന്നാൽ മാത്രം മതി. നമ്മൾ മെയിൻലി ചാർട്ട്സിലായിരിക്കും കൂടുതൽ കളികൾ. പിന്നെ അറിഞ്ഞിരിക്കേണ്ട ആൾക്കാരാണ് നമ്മുടെ മാർക്കറ്റിന്റെ മുത്തുകൾ എന്ന് പറയുന്ന DII ആൻഡ് FII. ഇവരെ നമ്മൾ സിംപ്ലി മാർക്കറ്റ് മേക്കേഴ്സ് എന്നാണ് പറയുന്നത്. നമ്മുടെ മാർക്കറ്റിൽ നമ്മൾ ഒരിക്കലും നമ്മളിപ്പോൾ ഒരു 1000 ക്വാണ്ടിറ്റി മേടിച്ചാലും 1,00,000 ക്വാണ്ടിറ്റി മേടിച്ചാലും നമ്മുടെ മാർക്കറ്റിന് ഒരിക്കലും ഒരു സ്റ്റോക്കിനെ മൂവ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ബാങ്ക്സ് ആയിക്കോട്ടെ, അതേപോലെ തന്നെ ഹെഡ്ജ് ഫണ്ട് ആയിക്കോട്ടെ, മ്യൂച്വൽ ഫണ്ട്സ് ആയിക്കോട്ടെ, ഇങ്ങനെ എല്ലാ ഫണ്ട്സുകാരും കൂടെ ഒരു സ്റ്റോക്ക് അങ്ങോട്ട് വാങ്ങി. അങ്ങനെയാണെങ്കിൽ ആ സ്റ്റോക്കിന്റെ പ്രൈസ് മുകളിലേക്ക് കയറും. ഇവരെയൊക്കെയാണ് നമ്മൾ DII ആൻഡ് FII എന്ന് പറയുന്നത്. DII എന്ന് പറയുന്നത് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സും അതേപോലെ തന്നെ FII എന്ന് പറയുന്നത് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സും. രണ്ടുപേരും ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. ഇവർ വിചാരിച്ചാൽ മാത്രമേ മാർക്കറ്റിനെ മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഇവരെല്ലാവരെയും മാർക്കറ്റ് മേക്കേഴ്സ് എന്ന് പറയുന്നത്. ഇവരാണ് നമ്മുടെ മാർക്കറ്റിൽ നമ്മൾ എന്താ പറയുക, നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു അപ് ട്രെൻഡോ അല്ലെങ്കിൽ ഒരു ഡൗൺ ട്രെൻഡോ ഇതിനെ കുറിച്ചൊക്കെ നമ്മൾ എന്തായാലും ഭാവിയിൽ പഠിക്കും. സിംപ്ലി മുകളിലേക്കോ താഴേക്കോ കൊണ്ടുപോകുന്നത് ഇവരാണ്. അപ്പോൾ നമുക്ക് വിശദമായിട്ട് ഇത്രമേ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളൂ. കാരണം നമുക്ക് ഇത്ര അറിഞ്ഞാൽ മാത്രം മതി. നിങ്ങൾ ഈ ഒരു എന്താ പറയുക, പണ്ട് എത്ര പഠിച്ചു, അല്ലെങ്കിൽ 1996 സ്റ്റാർട്ട് ചെയ്തു, അതേപോലെ തന്നെ 1800 സംതിങ്ങിൽ എന്തോ നമ്മുടെ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് സ്റ്റാർട്ട് ചെയ്തു, ഇങ്ങനെ എല്ലാം എഴുതി പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ മാത്രം നമ്മൾ ഇൻടേക്ക് ചെയ്താൽ മതി. അവിടെയും ഇവിടെയും പോയി എല്ലായിടത്തും പോയി പരിധി കടന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ട്രേഡിങ് പഠിക്കില്ല. അതുകൊണ്ട് നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് ഇരിക്കുക. നിങ്ങൾ ട്രസ്റ്റ് ദ പ്രോസസ് എന്ന് പറയുന്ന മെയിൻ മോട്ടോ ഉള്ളിൽ വെക്കുക. നിങ്ങൾ പ്രോസസ്സിനെ ട്രസ്റ്റ് ചെയ്യുക. ആദ്യം ഒന്ന് വിശ്വസിക്കുക, ഞങ്ങൾ പഠിപ്പിച്ചു തരുന്ന കാര്യങ്ങളെല്ലാം നല്ലതാണെന്ന് വിശ്വസിക്കുക. എന്നാൽ മാത്രമേ ഞങ്ങൾ മുന്നിലേക്ക് പോകുമ്പോഴും നിങ്ങൾക്ക് കൂടുതൽ ഔട്ട്പുട്ട് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പോൾ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തതായിട്ടുണ്ടെങ്കിൽ ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ആദ്യം തന്നെ നോട്ടിഫിക്കേഷൻസ് കിട്ടാൻ വേണ്ടി ആ ബെല്ലൈക്കൺ നിൽക്കുക. പിന്നെ സ്റ്റോക്ക് മാർക്കറ്റ് പഠിക്കണം, പക്ഷേ അധികം ഒരു കോഴ്സിൽ പോയി ജോയിൻ ചെയ്ത് പഠിക്കാനുള്ള ഫണ്ട് ഇല്ലാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇതൊന്ന് റെഫർ ചെയ്യുക. കാരണം ഞങ്ങളിവിടെ പഠിപ്പിക്കുന്നത് ഓഫ് കോഴ്സ് വെറുതെ ആപ്പ് ഇപ്പോൾ കോഴ്സൊന്നുമില്ല ഞങ്ങളിവിടെ പഠിപ്പിക്കുന്നത്. ഞങ്ങൾ മെയിൻലി പല ഇൻസ്റ്റിറ്റ്യൂട്ടിലും ലക്ഷങ്ങൾ മേടിച്ച് പഠിപ്പിക്കുന്ന കോഴ്സാണ് നമ്മളിവിടെ പഠിപ്പിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇതൊന്ന് റെഫർ ചെയ്യുക. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്, നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.